അപ്പോൾ ട്രെയിൻ ഇതാ സ്റ്റേഷനിൽ നിന്നൊക്കെ എടുത്തു. അവർ മധ്യപ്രദേശിലാണ്, അപ്പോൾ അവിടെ നിന്നാണ് പോണത്. ഗായ്സ്, ഇന്ന് നമ്മൾ കുംഭമേളയ്ക്ക് പോവുകയാണ്. രാത്രി 2 മണിക്ക് എത്തും ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ ട്രെയിനിലെല്ലാം നല്ല തിരക്കായിരുന്നു. ആൻഡ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു. ഇതെൻ്റെ മാമനും മാമിയും ആൻഡ് എൻ്റെ 2 അനിയനും അനിയത്തിയാണ്. അപ്പോൾ റോട്ടിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ട്. ആൻഡ് ഇവർ മാമൻ ആർമിയിലാണ്. അപ്പോൾ മാമൻ മധ്യപ്രദേശിലായതുകൊണ്ട് മാമനും മാമൻ്റെ ഫാമിലിയും കൂടെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർ പോണ വിശേഷം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ അവിടെ ട്രെയിനിൻ്റെ സ്റ്റേഷനിലൊക്കെ നല്ല തിരക്കായിരുന്നു. ആൻഡ് പ്രയാഗ്രാജ് ജംഗ്ഷനിലെത്തി. ആൻഡ് ഇത് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തായാലും നല്ല തിരക്കുണ്ട്, നല്ല തിരക്കാണ്, ഫുൾ ആൾക്കാരാണ് ഉള്ളത്. കുംഭമേള എന്ന് പറയുന്നത് ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടി പാലാഴി കടഞ്ഞ് ആ പാലാഴി ഗരുഡൻ വഹിച്ചിരുന്ന കുംഭത്തിൽ നിന്ന് ഓരോ ഡ്രോപ്പായാണ് പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് വീണിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ പവർ ഓരോ 6 വർഷം കൂടുമ്പോഴും 12 വർഷം കൂടുമ്പോഴും ഒരു 144 വർഷം കൂടുമ്പോഴും ഇതിൽ ഒരിക്കലാണ് ഇതിൻ്റെ പവർ കൂടുന്നത്. ഇതിൻ്റെ 6 വർഷത്തിൽ വരുന്നത് അർദ്ധ കുംഭമേള എന്നും 2 വർഷത്തിൽ വരുന്നതിന് പൂർണ്ണ കുംഭമേള എന്നും 144 വർഷത്തിന് ശേഷം വരുന്നത് മഹാകുംഭമേള എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവർ വന്നിട്ടുള്ളത് 144 വർഷത്തിൽ ഒരിക്കൽ വരുന്ന മഹാകുംഭമേളയ്ക്കാണ് കേട്ടോ. ആൻഡ് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മെയിൻ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് 2 കിലോമീറ്ററാണ് സംഗംദ്വാറിലേക്ക്. ആൻഡ് നമ്മൾ കണ്ടിരുന്ന കുളിക്കാനുള്ള സ്ഥലം ഇവിടുന്ന് 4.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, ഈ ഒരു മെയിൻ എൻട്രൻസിൽ നിന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കൂടി കാണുന്ന ബഡേ ഹനുമാൻ മന്ദിറിൽ സാധാരണ കാണുന്ന ഹനുമാൻ്റെ വിഗ്രഹങ്ങളിലും വ്യത്യസ്തമായിട്ട് കിടക്കുന്ന വിഗ്രഹമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതാണ് സംഗംദ്വാറിലേക്കുള്ള മെയിൻ ഗേറ്റ്. ഇവിടെ 1.5 കോടിൻ്റെ അടുത്തുള്ള ബാത്റൂമുകളാണ് കേട്ടോ ഭക്തർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 1.5-2 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ സംഗംദ്വാറിലേക്ക് എത്തും. ഇവിടെ ഫുള്ള് പൂഴിയാണ്. ആൻഡ് ഇതാണ് സംഗംദ്വാറിൻ്റെ ഗേറ്റ് കേട്ടോ. ഇവിടെ കുറേ ബോട്ടിലൊക്കെ സെല്ല് ചെയ്യുന്നുണ്ട് ഗംഗത്തെ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതാണ് നമ്മുടെ സംഗംദ്വാർ എന്ന് പറയുന്നത്. നല്ല തിരക്കാണ്, ഫുൾ ആൾക്കാരാണ്. പിന്നെ ഈ വെള്ളം യമുനയിൽ നിന്ന് തുടങ്ങിയിട്ട് ഗംഗയിലേക്കാണ് വരുന്നത്. രണ്ടും കൂടി മീറ്റ് ചെയ്ത് മിക്സ് ആയിട്ടാണ്. പിന്നെ സത്യം പറയാൽ ഇതാണ് ജനസംഘം എന്ന് പറഞ്ഞാൽ. ഇത്രയും ആൾക്കാരുണ്ട്, ഒരു സൂചി കുത്താൻ പോലുള്ള സ്ഥലമില്ല ഇവിടെ, അത്രയ്ക്ക് ആൾക്കാരാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇതാണ് എൻ്റെ മാമൻ. ആൻഡ് ഈ വരുന്നതാണ് എൻ്റെ കസിൻ ബ്രദർ. പിന്നെ ഇതെൻ്റെ കസിൻ സിസ്റ്റർ. ആൻഡ് ഇതെൻ്റെ മാമി. അപ്പോൾ മാമി വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ തലവി പതുക്കെ വരികയാണ്. പിന്നെ ഇതിവിടെ ട്രാഫിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ട്രാഫിക് ഓൺ ആവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ആൻഡ് ഇതാണ് തിരിച്ചു പോകുമ്പോഴുള്ള നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ആൻഡ് ജനറലിനും റിസർവേഷനും 2 വഴികളാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാൻ. നോർമലി എല്ലാവരും ഒരുമിച്ചാണ്, പക്ഷേ ഇപ്പോൾ ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് ഓരോരുത്തരെയും ഓരോ വഴിയിലൂടെയാണ് കയറ്റുന്നത്. ആൻഡ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബൈ.